വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ മോഡൽ ഓർ ഡേറ്റ വെയർഹൗസ് സ്കീമ എന്നുള്ളത്. ആദ്യം തന്നെ എന്താണ് സ്കീമ എന്ന് പറയുന്നത്? ഡേറ്റാബേസ് ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുന്നത്. അതിൽ ഫാക്ട് ടേബിൾസും ഡയമെൻഷൻ ടേബിൾസും ലോജിക്കലി ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്കീമ എന്ന് പറയുമ്പോഴത്തേക്കും 3 ടൈപ്സ് ഓഫ് സ്കീമയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാർ സ്കീമ, സെക്കൻഡ് വൺ സ്നോഫ്ലേക്ക് സ്കീമ, തേർഡ് വൺ ഫാറ്റ് കോൺസ്റ്റലേഷൻ സ്കീമ. ഇതിൽ സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്ക് സ്കീമയുടെ കമ്പാരിസണും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമ്പിളും എക്സ്പ്ലനേഷനും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അത് സെപ്പറേറ്റ് ചോദിക്കാറുള്ളതാണ് എക്സാമിന്. അപ്പോൾ എന്താണ് സ്റ്റാർ സ്കീമ എന്ന് നോക്കാം. സ്റ്റാർ സ്കീമയിലും സ്നോഫ്ലേക്ക് സ്കീമയിലും എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഒരു ഫാക്ട് ടേബിളും ഉണ്ടാവും, ഡയമെൻഷൻ ടേബിൾസും ഉണ്ടാവും. ഒരു ഫാക്ട് ടേബിളേ ഇതിന് രണ്ടിനും ഉണ്ടാവത്തുള്ളൂ, പക്ഷേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡയമെൻഷൻ ടേബിൾസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാർ സ്കീമ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു ഫാക്ട് ടേബിളേ ഉള്ളൂ, അതിനെ കണക്ട് ചെയ്ത് 4 ഡയമെൻഷൻ ടേബിൾസും വന്നിട്ടുണ്ട്. ഇനി സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫാക്ട് ടേബിളും അതിനെ കണക്ട് ചെയ്ത് 3 ഡയമെൻഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ സെക്കൻഡ് ഡയമെൻഷനിൽ നിന്നും പിന്നെയും ഡേറ്റ സ്പ്ലിറ്റ് ആയിട്ട് വേറൊരു ടേബിൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഡയമെൻഷൻ 4 എന്ന് പറയുന്ന ടേബിൾ. ഇനി ഇതേപോലെ തന്നെ ഈ ഡയമെൻഷൻ 3 എന്ന് പറയുന്നത് പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് വേറൊരെണ്ണം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഡയമെൻഷൻ 5. സിംപ്ലി ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവിടെ സിംഗിൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഫാക്ട് ടേബിളിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന 4 ഡയമെൻഷൻസിലേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡയമെൻഷനെ പിന്നെയും ഫർദർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കോൺസ്റ്റലേഷൻ സ്കീമ എന്താണെന്ന് നോക്കാം. ഇനി ഫാറ്റ് കോൺസ്റ്റലേഷൻ സ്കീമ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർ സ്കീമയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആണ്. അതായത് ഇവിടെ മോർ ദാൻ 1 ഫാക്ട് ടേബിൾ ഉണ്ടാവും. കണ്ടില്ലേ? എത്ര വേണമെങ്കിലും ഫാക്ട് ടേബിൾ ഇവിടെ വരാം, അതുപോലെ തന്നെ ഡയമെൻഷൻസും വരാം. ഇനി നമുക്ക് എന്താണ് ഫാക്ട് ടേബിൾ, എന്താണ് ഡയമെൻഷൻ ടേബിൾ, നോർമലൈസേഷൻ എന്താണ്, ഡീനോർമലൈസേഷൻ എന്താണ് എന്നൊക്കെ നോക്കാം. ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറിക്കൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന ഒരു ടേബിളാണ് ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? മെഷേഴ്സിനെ സ്റ്റോർ ചെയ്യും. ആൻഡ് കണ്ടെയ്ൻസ് ഫോറിൻ കീ. ഈ ഫാക്ട് ടേബിളിൽ ഫോറിൻ കീസ് ഉണ്ടാവും. ആ ഫോറിൻ കീ ആണ് ഡയമെൻഷൻ ടേബിളിലോട്ട് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ട് ടേബിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി മെഷേഴ്സ് പ്ലസ് ഫോറിൻ കീ ആണ് എന്ത്? ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇനി ഡയമെൻഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടേബിൾ ദാറ്റ് സ്റ്റോർസ് ഡിസ്ക്രിപ്റ്റീവ് ആട്രിബ്യൂട്ട്സ് ആൻഡ് കണ്ടെയ്ൻസ് എ പ്രൈമറി കീ. ആട്രിബ്യൂട്ട്സും അതേപോലെ തന്നെ പ്രൈമറി കീയും കണ്ടെയ്ൻ ചെയ്യുന്ന ടേബിൾസിനെയാണ് നമ്മൾ ഡയമെൻഷൻ ടേബിൾ എന്ന് വിളിക്കുന്നത്. സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽസും പ്രൈമറി കീയും കൂടെ ചേരുന്നതാണ് ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് നോർമലൈസേഷൻ, എന്താണ് ഡീനോർമലൈസേഷൻ എന്നും കൂടെ നോക്കാം. നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സാണ്? ഒരു ഡേറ്റയെ മൾട്ടിപ്പിൾ ടേബിൾസിലോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഡേറ്റയെ മൾട്ടിപ്പിൾ ടേബിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ നമുക്ക് റിഡൻഡൻസീനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഡീനോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അതിൻ്റെ. പ്രോസസ് ഓഫ് കമ്പൈനിങ് ടേബിൾസ് ടു ഇംപ്രൂവ് ക്വറി പെർഫോമൻസ്. കമ്പൈനിങ് ടേബിൾസിനെ കമ്പൈൻ ചെയ്യുവാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഉള്ള ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ടേബിൾസ് ആക്കും. ഇനി നമ്മൾ 3 സ്കീമകൾ പഠിച്ചില്ലേ? സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ, കോൺസ്റ്റലേഷൻ, ഫാറ്റ് കോൺസ്റ്റലേഷൻ സ്കീമ. അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് നമുക്ക് എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു ടേബിൾ പോലെ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫാക്ട് ടേബിളാണ്. സ്റ്റാർ സ്കീമയിൽ ഒരു ഫാക്ട് ടേബിളേ ഉള്ളൂ. അതേപോലെ തന്നെ സ്നോഫ്ലേക്ക് സ്കീമയിലും ഒന്നേ ഉള്ളൂ. കോൺസ്റ്റലേഷൻ സ്കീമയിലോ മൾട്ടിപ്പിൾ ഫാക്ട് ടേബിൾസ് വരാം. ഡയമെൻഷൻ ടേബിൾ എന്ന് പറയുന്നത് ഡീനോർമലൈസ്ഡ് ആണ്. അതായത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്റ്റാർ സ്കീമയിൽ. ഇനി സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുമ്പോൾ നോർമലൈസ്ഡ് ആണ്. അതായത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ കണ്ടതല്ലേ? ഒരു ഡയമെൻഷനെ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വേറെ ഡയമെൻഷൻസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. ഇനി കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഷെയർഡ് ആണ്. ഇനി കോംപ്ലക്സിറ്റിയുടെ കാര്യം എടുക്കാനാണെങ്കിൽ സ്റ്റാർ എന്ന് പറയുന്നത് സിമ്പിളാണ്. സ്നോഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ആണ്. ഇനി കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. ഇനി ജോയിൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്കീമയിൽ നമ്മൾ കണ്ടതാണല്ലോ, കുറച്ച് ജോയിൻസേ ഉള്ളൂ. പക്ഷേ സ്നോഫ്ലേക്കിലും അതേപോലെ തന്നെ കോൺസ്റ്റലേഷനിലും മോർ ജോയിൻസ് ആണ് വരുന്നത്. പെർഫോമൻസിൻ്റെ കാര്യം എടുക്കാനാണെങ്കിൽ സ്റ്റാർ സ്കീമയാണ് കൂടുതൽ ഫാസ്റ്റർ എന്ന് പറയുന്നത്. സ്നോഫ്ലേക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ലോവർ ആണ്. കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ്. ഒരു മൾട്ടി ഡയമെൻഷണൽ ഡേറ്റ മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ടൈം ക്വാർട്ടേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ 12 മാസം ഉണ്ട്. അതിൽ 3 മാസം വെച്ചിട്ട് 4 ക്വാർട്ടേഴ്സായിട്ട് Q1, Q2, Q3, Q4 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ ഐറ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഐറ്റംസിൻ്റെ ടൈപ്പ്. ഇപ്പോൾ എഗ്ഗ്, മിൽക്ക്, ബ്രെഡ്, ബിസ്ക്കറ്റ് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ നമ്മൾ ലൊക്കേഷൻ, അതായത് സിറ്റീസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഡൽഹി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എന്തോരം പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്, ഏത് ലൊക്കേഷനിലാണ് അത്രയും പ്രൊഡക്ഷൻ നടന്നത്, ഏത് മന്തിലാണ് നടന്നത്, ഇങ്ങനെ നമുക്ക് നോക്കാൻ വളരെ ഈസി ആയിരിക്കും. ഇതാണ് ഒരു 3D വ്യൂ എന്ന് പറയുന്നത് ഒരു ഡേറ്റ മോഡലിൻ്റെ. ഇവിടെ കുറച്ച് വാല്യൂസ് എല്ലാം അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് ഈ മന്തിൽ ഇത്രയാണ് പ്രൊഡക്ഷൻ നടന്നത്, ഈ സിറ്റീസിലൊക്കെ ഇത്രയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ നടന്നത്. ഡൽഹി എന്ന് പറയുന്ന അവിടെ ഒരു പ്രൊഡക്ഷനും അവിടെ നടന്നിട്ടില്ല, ഇവിടെയും ഈ മന്തിൽ ഒരു പ്രൊഡക്ഷനും നടന്നിട്ടില്ല. ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഫിഗർ വരച്ച് കാണിക്കുക. ഇതും കൂടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും.